ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് ഒരു മലയാളം മൂവിയാണ് ഓടുംകുതിര ചാടുംകുതിര. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ചിത്രമാണ് ഓടുംകുതിര ചാടുംകുതിര. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സൈന പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 19 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഈ മാസം 26 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ടു മെൻ. ഇർഷാദ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി സതീഷ് കുമാർ സംവിധാനം ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ടു മെൻ. ഈ മാസം 19 മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവി രണ്ടാം യാമം. സ്വാസിക മുഖ്യവേഷത്തിലെത്തുന്ന നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടാം യാമം. സെപ്റ്റംബർ 19 മനോരമ മാക്സ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ മാസം ഇതിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോനു TPയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാൾ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് പൊയ്യാമൊഴി. ജാഫർ ഇടുക്കി, നവാഗതനായ നദാനിയൽ, മീനാക്ഷി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുധി അന്ന സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് പൊയ്യാമൊഴി. ഒരു നിഗൂഢ വനത്തിനുള്ളിൽ ഒരു വേട്ടക്കാരനും അവന്റെ ഇരയും ഒരുമിച്ച് നടത്തുന്ന ത്രില്ലിംഗ് യാത്രയാണ് കഥയുടെ ഇതിവൃത്തം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ നാസിം നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലിവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഹൗസ് മേറ്റ്സ്. ദർശൻ, ആഷ ചാന്ദിനി ബൈജു, കാളി വെങ്കട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജവേൽ സംവിധാനം ചെയ്ത ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹൗസ് മേറ്റ്സ്. നവദമ്പതികളായ കാർത്തികും അനുവും ഒരു പഴയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നതും അവിടെ വെച്ച് വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 19 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി സീരീസ് ആണ് ദി ബാഡ്സ് ഓഫ് ബോളിവുഡ്. ലക്ഷ്യ, ബോബി ഡിയോൾ, ഗൗതമി കപൂർ, മനീഷ് ചൗധരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആര്യൻ ഖാൻ സംവിധാനം ചെയ്തൊരു സീരീസാണ് ദ ബാഡ്സ് ഓഫ് ബോളിവുഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 18 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബഗാസുര റെസ്റ്റോറൻറ്റ്. SJ ശിവയുടെ സംവിധാനത്തിൽ ഹർഷയെ കേന്ദ്ര കഥാപാത്രമായി നിർമ്മിച്ച ഒരു കോമഡി ഹൊറർ മൂവിയാണ് ബഗാസുര റെസ്റ്റോറൻറ്റ്. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് സുന്ദരകാണ്ട. നര രോഹിത്, ശ്രീദേവി, വിജയകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെങ്കടേഷ് നിമ്മലപൊടി സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് സുന്ദരകാണ്ട. സെപ്റ്റംബർ 23 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് വെബ് സീരീസാണ് പോലീസ്. ഇതൊരു കോമഡി വെബ് സീരീസാണ്. മിർച്ചി, സെന്തിൽ ആൻഡ് ജയശീലൻ എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സെപ്റ്റംബർ 19 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റയാൻ ക്ലൂഗർ സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ ചിത്രമാണ് സിന്നേഴ്സ്. സെപ്റ്റംബർ 18 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തമിഴ് മൂവി ഇന്ദ്ര. വസന്ത് രവി നായകനായി ശബരീഷ് നന്ദ സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഇന്ദ്ര. സെപ്റ്റംബർ 19 സൺ നെക്സ്റ്റ് വഴി
സ്ട്രീമിംഗ് ആരംഭിക്കും.